ഷഫീഖ് വധശ്രമ കേസിൽ കുട്ടിയുടെ പിതാവും രണ്ടാനമ്മയും പ്രതികൾ. തൊടുപുഴ കോടതിയാണ് 11 വർഷങ്ങൾക്ക് ശേഷം കേസിൽ വിധി പറഞ്ഞത്. പട്ടിണിക്കിട്ടും ക്രൂരമായി മർദ്ദിച്ചും വധിക്കാൻ ശ്രമിച്ചു എന്നാണ് കേസ്. പ്രതികൾക്ക് പരമാവധി ശിക്ഷ നൽകണമെന്ന് പ്രോസിക്യൂഷൻ വാദിച്ചു. സുബിൻ തോമസ് വിവരങ്ങളുമായി ചേരുന്നു. സുബിൻ, എന്താണ് ഈ കുട്ടിയുടെ പിതാവും രണ്ടാനമ്മയും പ്രതികൾ എന്ന തീരുമാനത്തിലേക്ക് ഈ 11 വർഷങ്ങൾക്ക് ശേഷം വിധിയെത്തിയത്? ഇടുക്കി കുമളിയിൽ പിതാവിന്റെയും രണ്ടാനമ്മയുടെയും ക്രൂര മർദ്ദനത്തിന് ഇരയായി തളർന്നുപോയ ഷെഫീഖിനെ ആ ഒരു ക്രൂരമായി മർദ്ദിച്ച് അവശനാക്കിയ കേസിലാണ് ഇപ്പോൾ പിതാവ് ഷെരീഫും അതുപോലെ തന്നെ രണ്ടാനമ്മ അനീഷയും പ്രതികളാണെന്ന് കോടതി കണ്ടെത്തിയിട്ടുള്ളത്. പ്രതികളെന്ന് കോടതി കണ്ടെത്തി. അതിനുശേഷം ശിക്ഷ അല്പസമയത്തിനകം തന്നെ വിധി ഉണ്ടാകും. എന്ത് ശിക്ഷയാണ് വിധിക്കുക എന്നുള്ളത് അല്പസമയത്തിനകം തന്നെ നമുക്ക് അറിയാൻ സാധിക്കും. 2015 ജൂലൈ 15 അബോധാവസ്ഥയിലായ ഒരു കുട്ടിയുമായി ഈ കട്ടപ്പനയിൽ ഷെഫീഖുമായി കട്ടപ്പനയിൽ മാതാപിതാക്കൾ എത്തുന്നത്. പിതാവ് കുട്ടി കളിച്ചു വീണു എന്നൊരു മൊഴിയാണ് ഈ ആശുപത്രിയിൽ പറഞ്ഞിരുന്നത്. അതിനുശേഷം ഡോക്ടർ നടത്തിയ പരിശോധനയിലാണ് ഈ കുട്ടിക്ക് ക്രൂരമായി മർദ്ദനമേറ്റിട്ടുണ്ട്, ഭക്ഷണം പോലും കൃത്യമായി ലഭിക്കാത്തൊരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത് എന്നുള്ളത് മനസ്സിലാക്കുകയും ഇതിനുശേഷമാണ് പോലീസിൽ വിവരമറിയുകയും ചെയ്തത്. ഇതിന് പിന്നാലെയാണ് കേരളക്കരയിൽ അല്ലെങ്കിൽ കേരള മനസാക്ഷിയെ തന്നെ ഞെട്ടിച്ച ഒരു വലിയ ക്രൂര പീഡനങ്ങളുടെ ചുരുൾ തന്നെ അറിയുന്നത്. പ്രധാനമായും പട്ടിണിക്കിടുക എന്നുള്ളതായിരുന്നു ആ മാതാപിതാക്കൾ അല്ലെങ്കിൽ ആ ഒരു പിതാവും രണ്ടാനമ്മയും ഈ കുട്ടിയിൽ ചെയ്തിരുന്ന ഏറ്റവും വികൃതമായ ഒരു കാര്യം എന്നുള്ളത്. കൂടാതെ കൊടിയ മർദ്ദനവും ഈ കുട്ടി ഏൽക്കേണ്ടി വന്നിരുന്നു. ഈ കുട്ടിയുടെ ശരീരത്തിൽ മാത്രം 180-ലധികം മുറിവുകൾ ഈ കുട്ടിയുടെ ശരീരത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും പ്രധാനമായും ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് കുട്ടി വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൽ എത്രത്തോളം തന്നെ പീഡനം ഈ കുട്ടി ഈ മാതാപിതാക്കളുടെ മാതാവിൽ നിന്നും രണ്ടാനമ്മയിൽ കേൾക്കേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യവുമാണ്. ഈ 3 വർഷം വലിയ പീഡനം മാതാവിന്റെയും പിതാവിന്റെയും രണ്ടാനമ്മയുടെയും 3 വർഷം ഈ കേൾക്കേണ്ടി വന്നു എന്നുള്ളതാണ്. പരിശോധനയിൽ ഈ കുട്ടിയുടെ തലച്ചോറിന്റെ 75% പ്രവർത്തനം നിലച്ചു പോയിട്ടുണ്ട് എന്നുള്ളതാണ് അതിന്റെ അവസാനം ഇതുമായി ബന്ധപ്പെട്ട് കണ്ടെത്താൻ സാധിച്ചത്. 2013 രജിസ്റ്റർ ചെയ്ത കേസിൽ 2022 വാദം കേൾക്കാൻ തുടങ്ങിയത്. ഇതിൽ ഈ കേസിനുമായി ബന്ധപ്പെട്ട് ഏറ്റവും വലിയ പ്രതിസന്ധി ഉണ്ടാക്കിയത് ദൃക്സാക്ഷികളുടെ അഭാവമായിരുന്നു. അത് ഈ കേസിനെ മറ്റു പ്രതികൂലമായി ബാധിക്കുമെന്നൊരു ആശങ്ക ഉണ്ടാവുകയും ചെയ്തിരുന്നു. പക്ഷേ അത്തരത്തിലുള്ള ആശങ്കകൾക്കൊന്നും ഇവിടെ ആശങ്ക ഉണ്ടാകേണ്ടതായിട്ടുള്ള സാഹചര്യം ഇവിടെ ഉണ്ടായില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സാഹചര്യ തെളിവുകളുടെയും മെഡിക്കൽ റിപ്പോർട്ടുകളുടെയും അടിസ്ഥാനത്തിലാണ് നിലവിൽ ഇപ്പോൾ ഈ ഒരു പ്രതികൾ കുറ്റക്കാരാണ് എന്ന് കണ്ടെത്തിയിട്ടുള്ളത്. പ്രധാനമായും വധശ്രമം, ക്രൂരമായി പൊള്ളലേൽപ്പിക്കൽ തുടങ്ങിയ വകുപ്പുകളാണ് നിലവിൽ ഇവർക്കെതിരെ. സുബിൻ, അങ്ങനെയെങ്കിൽ ഈ വകുപ്പുകൾ പ്രകാരം പ്രതികൾക്ക് പരമാവധി ശിക്ഷ എന്ന് പറയുമ്പോൾ നിയമ വശങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് എന്താണ്? ഇവർക്ക് എത്ര വലിയ ശിക്ഷയ്ക്കുള്ള സാധ്യതയുണ്ട്? പ്രധാനമായും ഏറ്റവും പരമാവധി ശിക്ഷ തന്നെ, അതായത് ഏറ്റവും ഈ കേസുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഉയർന്ന ശിക്ഷ തന്നെ ഇവർക്ക് ലഭിക്കണം എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ വധശ്രമം അതുപോലെ തന്നെ ക്രൂര മർദ്ദനം, പൊള്ളലേൽപ്പിക്കൽ തുടങ്ങിയ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. ഏകദേശം 10 മുതൽ 15 വർഷം വരെ ശിക്ഷ ലഭിക്കാവുന്ന വകുപ്പുകളാണ് ഇവർക്കെതിരെ ചുമത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ളൊരു ശിക്ഷ തന്നെയാവും അവർക്ക് ലഭിക്കുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനിയിപ്പോൾ അല്പസമയത്തിനകം ആ ഒരു വിധി പ്രസ്താവം കൂടി പുറത്തു വന്നാൽ ഏത് ശിക്ഷയാണ് അവർക്ക് ലഭിക്കുന്നതെന്നൂടെ വ്യക്തമാകേണ്ടതായിട്ടുണ്ട്. അത് അല്പസമയത്തിനകം തന്നെ പുറത്തു വരും. ഈ മർദ്ദനമേറ്റ് 11 വർഷങ്ങൾക്ക് ശേഷമാണ് ഈ കേസിൽ വിധി വരുന്നത്. അത്തരത്തിൽ ഏകദേശം 10 വർഷം അല്ലെങ്കിൽ 15 വർഷത്തിൽ കൂടുതൽ ശിക്ഷ ലഭിക്കാവുന്ന വകുപ്പുകളാണ് ഇവർക്കെതിരെ ചുമത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ളൊരു ശിക്ഷ അല്ലെങ്കിൽ അതിനോട് ഒതുങ്ങുന്ന ഒരു ശിക്ഷ തന്നെ അവർക്ക് ലഭിക്കുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശരി സുബിൻ.